ഹായ് ഗൈസ്, വെൽക്കം ടു ഡിസൈൻ സ്കൂൾ. ഷാമിൽ, സഫ്വാൻ, നുഹാൻ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ കരിയറിലേക്ക് എത്തിയെന്നുള്ളത്. ഇനി ഇപ്രാവശ്യം നമ്മൾ അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. കുറച്ചും കൂടി കരിയർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ആൻഡ് അതുമാത്രമല്ല, വി ആർ ക്യൂരിയസ് അബൌട്ട് ആർട്ട്, ഫിലിം, ഡിസൈൻ. ഓക്കെ ഷാമിൽ, നമ്മളന്ന് നിർത്തിയ ടോപ്പിക് എന്ന് പറയുന്നത് ഫസ്റ്റ് പേയ്മെൻറ്റ്. എവിടെ നിന്നാണ് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത്. അപ്പോൾ ഷാമിലിൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണ് പറഞ്ഞോളൂ. ഞാൻ കഴിഞ്ഞ പറഞ്ഞില്ലായിരുന്നു ഒരു യെസ്, എള്ളുണ്ടാ. ഓക്കെ, അവിടെ തന്നെ തുടങ്ങാം. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ കോളേജിൽ നിന്ന് ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങി. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒരു 1 ഇയർ കൊണ്ടൊക്കെ ഒരു 1K സബ്സ്ക്രൈബേഴ്സ് ആയി. ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് നമ്മൾ ഒരിക്കലും പേയ്മെന്റിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടില്ലായിരുന്നു. കാരണം അറിയാം കിട്ടൂല എന്നുള്ള സാധനം അറിയാം. ഉറപ്പിച്ചില്ല, ആ സാധനം ഉണ്ട്. പൈസ കിട്ടൂല എന്നുള്ളൊരു സാധനം ഉറപ്പാണ്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല പൈസ. ക്യാമറ എൻ്റെ അടുത്തുണ്ട്, അല്ല ഷാനിൻ്റെ കയ്യിലുണ്ട്, ലാപ്പിൻ്റെ കയ്യിലുണ്ട്. ആക്ടേഴ്സ് പെയ്ഡല്ല, ഒരു സീനും ഇല്ല. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സന്തോഷത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് സാധനം, എല്ലാവരും സന്തോഷത്തിന് വേണ്ടി. അപ്പൊ സത്യം പറഞ്ഞാൽ അന്നും നമ്മൾ ഒരു ബിസിനസ് ആണെന്നോ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് പൈസ ഉണ്ടാക്കാന്നോ ഒന്നും വിചാരിക്കുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരാളുണ്ട്, രാഷിക് എന്ന് പറഞ്ഞിട്ട്. ആള് കുറച്ച് ജെൻസിയാ. മൂപ്പര് നമ്മുടെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണും, ലൈക്ക് തരും, കമന്റ് ഒക്കെ ഇടും. എല്ലാത്തിനും മുമ്പ് കമന്റ് ഇടും. അതിന് മുമ്പ് വേറൊരു സാധനം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിത് സ്കൂൾ കോളേജ് ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് കോളേജ് ഗ്രൂപ്പിലൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അത് ഞങ്ങള് ആദ്യമൊക്കെ ഭയങ്കര സപ്പോർട്ട് കിട്ടും. വീഡിയോ ഇടുമ്പോൾ കോളേജിന്റെ ഗ്രൂപ്പിലേക്ക് ഇടുമ്പോൾ സാറൊക്കെ അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സപ്പോർട്ടില്ലാണ്ടായി. അതിന് ലാസ്റ്റ് ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീഡിയോ ഉണ്ടാക്കി, സൂപ്പർ ജുറേജ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടാക്കി. അത് എന്റെ ഫ്രണ്ട് ജുറേജ് എന്നൊരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ട് ബാങ്കിൽ വെച്ച് നടന്ന ഒരു സെയിം സാധനം എടുത്തിട്ട് കോളേജത്തെ ക്യാൻറ്റീന് ബാങ്കൊക്കെ ആക്കിയിട്ടാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് ഈ സാധനം ഇടുമ്പോ പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി ഇത് കാണലൊന്നുമില്ല. നമുക്ക് പറയാം, ഒരു 10-14 മിനിറ്റിന്റെ വീഡിയോ ആണെങ്കിൽ 1 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കമന്റ് വരും വാട്സപ്പിൽ, അടിപൊളി ബ്രോ പറഞ്ഞിട്ട്. ഇട്ട് 10 മിനിറ്റ് പോലും ആയിട്ടുണ്ടാവില്ല, ഇട്ടപ്പോ തന്നെ അടിപൊളി ബ്രോ, അടിപൊളി ബ്രോ, അടിപൊളി വർക്ക് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളും ഓക്കെ. പിന്നെ ഫേക്ക് അക്കൗണ്ട്, അതായത് എനിക്ക് തന്നെ ഒരു 5-6 യൂട്യൂബ് ചാനൽ സുരേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്, സുനിൽ ലാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അക്കൗണ്ട് ഉണ്ടാവും. എന്നിട്ട് ഇത് അടിപൊളി ഡയറക്ഷൻ. പിന്നെ കൂടുതൽ ആക്ടേഴ്സ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ആ സൈഡിൽ നിന്ന് അഭിനയിച്ച ആള് കൊള്ളാം, ഞാനിപ്പോ റിവീൽ ചെയ്യുന്നത്. ബാക്കിലുള്ള ആ നടന്നു പോയ ആള് കൊള്ളാലോ, അഭിരാം കൊള്ളാം. അതൊരു ടീം ബിൽഡിങ്ങിന്റെ ഭാഗമാണ്. നമുക്ക് ടീം ബിൽഡിങ്ങിന്റെ ഭാഗമാണ്. നമുക്ക് അപ്രിസിയേഷൻ പറയുന്ന സമയത്ത് നമുക്ക് അതിനെ പറ്റി സംസാരിക്കണം. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ദിവസം ഈ പറഞ്ഞ ഒരു ആഷിഖ് എന്ന് പറഞ്ഞ ഒരാൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അങ്ങനെ ഈ ആഷിഖ് എന്ന് പറയുന്ന ആൾ ഈ സാധനം ശ്രദ്ധിക്കുന്നുണ്ട്. അയാൾ എൻ്റെ നാട്ടിലുള്ള ആളാ, നമ്മള് കോണ്ടന്റ് എല്ലാം ശ്രദ്ധിക്കാണ്. പെട്ടെന്ന് എനിക്കൊരു മെസ്സേജ് വന്ന്. അപ്പോൾ ഇവനെനിക്ക് മെസ്സേജ് അയക്കലുണ്ട്, അടിപൊളി കോണ്ടന്റ് ആണെന്നുണ്ട്. ഓക്കെ, അങ്ങനെ വിട്ട്. ഇപ്പൊ എന്നോട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വെച്ച്. അതാണ് എനിക്ക് ആഡ് എന്താണെന്ന് അറിയില്ല. അതായത് പരസ്യം കാണും, ടിവിയിൽ കാണുന്ന പരസ്യം അല്ലാതെ ആഡ് എന്താന്നുള്ളത് അറിയില്ല. പിന്നെ അപ്പൊ എന്ത് പറഞ്ഞാലും ഓക്കെ ആണല്ലോ, കോൺഫിഡൻസ് ആണ്. അപ്പൊ ഞാൻ പിന്നെ അപ്പൊ എന്ത് പറഞ്ഞാലും കോൺഫിഡൻസ് ആണ്. അതായത് ആഡാണ് ആഡ്, സിനിമയാണ് സിനിമ, അങ്ങനെ നടക്കുന്ന ആൾക്കാരെ മൊത്തം. അപ്പം ഞാൻ പറഞ്ഞ ഓക്കെ ചെയ്യാന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റും ഇല്ല, ഒരു സാധനവും ഇല്ല, കോൺസെപ്റ്റ് അറിയില്ല, ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചിട്ട് എനിക്ക് പറഞ്ഞു എന്താണ് സംഭവം. അതായത് എന്തോ പ്രപ് സ്കെയിലിനെന്താ പറഞ്ഞിട്ട് ഒരു ലേണിംഗ് അക്കാദമിയോ സംതിങ് എന്തോ പ്ലാറ്റ്ഫോം എന്താണ്. അപ്പം അതിന്റെ ആഡാണ് വേണ്ടത്. ഓക്കെ, സാധനം അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തു. പക്ഷെ അന്നാണ് ആദ്യമായിട്ട് ഒരു പ്ലാനിങ് നടക്കുന്നത്. അതായത് ഫണ്ട് കിട്ടുന്ന ഒരു സാധനമാണ്. പക്ഷെ അറിയില്ല, ഫണ്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എത്രയോ ഫണ്ട് കിട്ടും, അതെല്ലാവർക്കും അറിയാം, എത്രയോ ഫണ്ട് കിട്ടും ആ സാധനം അറിയാം. ഓക്കെ, നമ്മളൊരു പ്ലാൻ ചെയ്ത് ചാനലിൽ വിളിച്ച്, ചാനൽ ഇങ്ങനെ കാണും, നമുക്ക് നല്ല ലെൻസൊക്കെ വേണം, എവിടെ ചാനലിലുള്ള ലെൻസ് കൊടുത്തിട്ട് വരും,
എല്ലാവരും ആക്ടേഴ്സും വിളിച്ച. ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും എഴുതിയില്ല, കോൺസെപ്റ്റ് ഉണ്ടാക്കി, ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു സാധനം എന്നുള്ള സാധനം. അങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത്, ഞാനും ബെൻഹർ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ രണ്ടാളും കൂടെ എഡിറ്റ് ചെയ്ത്, അസിസ്റ്റന്റ് എഡിറ്ററാണ്, ഞങ്ങൾ രണ്ടാളും കൂടെ അത് എഡിറ്റ് ചെയ്ത് അത് നമ്മളെ ആശിക്കിന് ഇട്ട് കൊടുത്ത്. അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് ചോദിച്ച് ഫണ്ട് എന്താ അവസ്ഥ എന്ന് ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ അന്ന് നമുക്ക് ചെലവ് എന്ന് പറയുന്നത് ബത്തേരി എന്നത് ഷൂട്ട് ചെയ്യുന്ന ടൗൺ സ്ക്വയർ എന്ന് പറഞ്ഞൊരു പാർക്ക്. ചെലവ് എന്ന് പറയുന്നത് ജ്യൂസിന്റെ പൈസയും അന്ന് പിടിച്ച പിന്നെ ബസ്സിന്റെ പൈസയും മാത്രം, വേറൊരു ചെലവില്ല. അപ്പൊ അതൊരു അറൌണ്ട് ഒരു 400 രൂപ സംതിങ് ഉണ്ടാവും. അങ്ങനെ ഇവനോട് ചോദിച്ചാൽ 6 രൂപയ്ക്ക് പരിപാടി നടക്കുമെന്ന് ചോദിച്ചു. 6 രൂപ ഒതുങ്ങോ? 6000 രൂപയ്ക്ക് പരിപാടി ഒതുങ്ങുമോ ചോദിച്ചു. ഞാൻ ഞെട്ടി. പൈസ അപ്പൊ തന്നെ കിട്ടുന്നത് എന്റെ അക്കൗണ്ടിലേക്ക് ആദ്യമായിട്ട് 6000 രൂപ കയറി. ഗൂഗിൾ പേ വന്ന അങ്ങനെ യൂസ് ചെയ്യുന്ന സമയം അത് വമ്പ സംഭവം 6000 രൂപ. അങ്ങനെ ഈ 6000 രൂപ എന്റെ അക്കൗണ്ടിൽ കുറെ കാലം കിടന്ന് നമ്മളിത് സ്പ്ലിറ്റ് ചെയ്തില്ല. ഞാൻ വിചാരിച്ച എന്താ അറിയോ, ഇത് ഇൻവെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. മൈക്കിന് ഇൻവെസ്റ്റ് ചെയ്യാൻ. നമ്മുടെ അടുത്ത് മൈക്കില്ലേനും. അന്നൊക്കെ ഞങ്ങൾ സൗണ്ട് എടുക്കുക ഷാനിലിന്റെ 7+ ഉണ്ട് ഐഫോണിന്റെ. ആ സാധനത്തിൽ അടുത്ത് ഇവിടെ വെച്ചിട്ടാണ് സൗണ്ട് എടുക്കുക. എന്നിട്ട് അത് എൻഹാൻസ് ഒക്കെ ചെയ്തിട്ട് മൈക്ക് എടുക്കാന്നുള്ളൊരു പ്ലാനിലാണ് ഉണ്ടായത്. പിന്നെ ആ സമയത്താണ് കൊറോണ വന്നിട്ട് ഷൂട്ടൊക്കെ നിന്നത്. 6000 രൂപ എന്റെ അക്കൗണ്ടിൽ തന്നെ കിടന്ന് ഒരു പ്രത്യേക സിറ്റുവേഷനിലെ വീടിന്റെ പണിയായിരുന്നു. വീട് പണിക്ക് പോയി. അയ്യോ, അത് ഭയങ്കര സംഭവമായിരുന്നു. കാരണം ആ പൈസ പിന്നെയാണ് ഇട്ടിട്ടോ. ഞങ്ങള് പിന്നെ ഒരു മൈക്കൊക്കെ വാങ്ങി, നല്ലൊരു മൈക്ക് വാങ്ങി, 10-16,000 രൂപന്റെ മൈക്ക് വാങ്ങി. പിന്നെ കഥകളുണ്ട്. ആ സമയത്ത് മൈക്ക് വാങ്ങിയപ്പോ ഞാൻ 6000 രൂപയിലേക്ക് തിരിച്ചെടുത്താണ് മൈക്ക് വാങ്ങി. അപ്പം എന്റെ ഫസ്റ്റത്തെ എമൗണ്ട് എന്ന് പറയുന്നത് അതാ, ഭയങ്കര എമൗണ്ട് ആയി പോയി. 6000 രൂപ ആഡ് ചെയ്തിട്ട് പിന്നെ പിച്ച് ചെയ്യാൻ തുടങ്ങി ആൾക്കാർ. എവിടെ ആഡ് ചെയ്യുന്നുണ്ട് ചെയ്യാൻ സംഭവം പിച്ച് ചെയ്യാൻ തുടങ്ങി. ആൾക്കാർ വേണ്ടിയില്ല. അമ്മദാശിക്ക് പിന്നെ വന്നിട്ടില്ല. പക്ഷെ അത് നല്ല ഒരു അപ്രിസിയേഷൻ കിട്ടി. പിന്നെ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു അടിപൊളി സാധനമായിരുന്നു. പിന്നെ നമ്മൾ കുറെ ആൾക്കാർ കാണിച്ചു കൊടുക്കുമ്പോഴും കിട്ടി. പിന്നെ കോളേജിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ള ഒരു സാധനം കിട്ടി. MD ഒക്കെ വിളിച്ചിട്ട് ചെയ്യോ എന്നുള്ള സാധനമൊക്കെ തന്നു. പക്ഷെ അന്നൊക്കെ നമുക്ക് പ്രശ്നം വന്നു, ഈ കൊറോണന്റെ സാധനം ആയതുകൊണ്ട് പെട്ടെന്ന് അവിടെ സ്റ്റോപ്പ് ആയത്. അങ്ങനെയാണ് എന്റെ ഫസ്റ്റത്തെ പേയ്മെന്റ്.